ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു കിടിലം പ്രൊമോണ് വന്നിട്ടുള്ളത്. അതില് വിക്രത്തിന്റെ വീട്ടിൽ ചെന്ന് മുത്തശ്ശിയും അമ്മയും കൂടെ വേദയും വിക്രമേന്റെയും കാണാണേ. അവിടെയും ഇതുപോലെ ഒന്ന് പൂജിച്ചതിന് ശേഷമാണ് കേട്ടോ വിഗ്രഹം എടുക്കുന്നത്. ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ വിക്രമും വേദയും കൈ പിടിച്ച് രണ്ടുപേരും കൂടെ വിളക്ക് കത്തിക്കണേ. എല്ലാവരും അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് അവിടെ നന്ദിനിക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അവരോടൊപ്പം വീട്ടുകാരെല്ലാവരെയും കൂട്ടി മുത്തശ്ശിയും അമ്മയും കൂടി വരണേ. വേറെ കാറിലാട്ടോ രണ്ടുപേരും വരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും വീട്ടിലെത്തി മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കണേ. ശങ്കരനാണെങ്കിൽ അവിടെ എഴുന്നേൽക്കുന്നില്ല. അപ്പൊ മുത്തശ്ശി വന്നിട്ട് പറയും, ഇതൊരു വൃത്തിയായിട്ട സ്വഭാവമാട്ടോ ശങ്കര. അവരെല്ലാവരും മുന്നിൽ വന്ന് നിന്നിട്ട് എന്താ ചെന്ന് വിളിക്കാത്തത്, സ്വീകരിക്കാതിരിക്കുന്നത് മോശാണേ. അപ്പോഴും ശ്രീകാന്ത് അച്ഛനോടൊപ്പം അനുകൂലമായിട്ട് നിൽക്കണേ. എന്നാ മുത്തശ്ശിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവിടുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഇതേസമയം ഒരുപാട് സമയം ഇവർ പുറത്ത് നിൽക്കുകയാണല്ലോ. മാഷ് പറയും, ഇങ്ങനെ അപമാനിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും മുത്തശ്ശിയും അമ്മയും അച്ഛനും എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ എല്ലാരും കൂടി വരുന്ന കാണുമ്പോ മാഷിനിപ്പോ കുഴപ്പമില്ല, ശങ്കരനും വന്നല്ലോ. അങ്ങനെ മുത്തശ്ശിയും അമ്മയും കൂടെ ആരതി ഒഴിഞ്ഞ് വിളക്ക് കൊടുക്കണേ. വിക്രം അകത്ത് കയറാൻ തുടങ്ങുമ്പോ മുത്തശ്ശി പറയും, ഒരു ചടങ്ങൂടെ ഉണ്ടേ, വിക്രം മോൻ കാല് നീട്ടി കൊടുക്കേ, ശ്രീ കഴുകി കൊടുക്കടാ എന്ന് പറയുമ്പോ ശ്രീകാന്ത് വിസമ്മതിക്കുന്നുണ്ടെങ്കിലും ഒരു ചടങ്ങാണെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ കൊണ്ട് ചെയ്യിക്കണേ. അങ്ങനെ വിക്രത്തിന്റെ മുന്നിൽ ശ്രീകാന്ത് കുഴിഞ്ഞിരിക്കുമ്പോ വിക്രം കാലിങ്ങനെ നീട്ടിക്കൊടുക്കും. അങ്ങനെ വിക്രമത്തിന്റെ കാല് കഴുകുന്നതൊക്കെ വിക്രം ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഇത് ചെയ്യുന്നതില് ഒന്നാമത് അവര് തമ്മിൽ ഇഷ്ടമല്ല. അങ്ങനെ ഒരാളെ കാല് കഴുകി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ വിക്രത്തിന്റെ ഉള്ളില് അതൊരു സന്തോഷം ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. വിക്രത്തിന് സന്തോഷമായിന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. വിക്രം ഇങ്ങനെ വേദയെ നോക്കുമ്പോ വേദയും ചിരിക്കണേ. പിന്നീട് കാണിക്കുന്നത് അവരെ അകത്തേക്ക് കൊണ്ടുപോവാ. അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാരും സംസാരിക്കും. അങ്ങനെ വിക്രത്തിന്റെ അച്ഛൻ പറയും, എങ്കിൽ പിന്നെ നമുക്ക് ചടങ്ങിലേക്ക് പോയാലോ, അത് കഴിഞ്ഞ് ഞങ്ങക്ക് പോണം. വേദയുടെ മുത്തശ്ശി പറയും, അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്. അതെന്താന്ന് എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കണേ. വേറെ ഒന്നുമല്ല, വർഷേ എന്ന് വിളിക്കും. വർഷയാണെങ്കിൽ ഈ സമയം മോനെ കളിപ്പിച്ചോണ്ട് ഇരിക്കുകയാണ് അവിടെ. അങ്ങനെ മുത്തശ്ശി വിളിക്കുമ്പോ കുഞ്ഞിനെ ഇട്ട് അങ്ങോട്ട് വരിക. അങ്ങനെ കുഞ്ഞിനെ കാണാനോ എടുക്കാനോ സമ്മതിക്കാതിരുന്ന ശ്രീകാന്തിന് മുന്നിൽ വെച്ച് തന്നെ വർഷയോട് കുട്ടിയെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറയും. ഇത് ശ്രീകാന്തിനും വർഷയ്ക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ലെങ്കിലും മുത്തശ്ശിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ കുഞ്ഞിനെ വേദ ആദ്യമായിട്ട് എടുക്കണേ. വേദ കുഞ്ഞിനെ എടുക്കുന്നതും ലാളിക്കുന്നതൊക്കെ വിക്രം ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് രണ്ടുപേരും കൂടെ വിളക്ക് വെച്ച് അവിടെയും പൂജാ റൂമിൽ പോയി പ്രാർത്ഥിക്കുന്നത്. ഈ സമയം അവര് പരസ്പരം നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്